ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം മിനിറ്റ്സ് തിരുത്തിയത് മനഃപൂർവ്വമാണെന്നും പിത്തളപ്പാളി എന്നത് മാറ്റി ചെമ്പുപാളി എന്നെഴുതി അനുവദിക്കുന്നു എന്ന മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതിയെന്നും SIT കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്നാണ് കണ്ടെത്തൽ. സ്വർണം പൂശാൻ തന്ത്രി അനുമതി നൽകിയെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കി. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല. കട്ടിടപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല. അത്തരം രേഖകൾ ലഭ്യമല്ല എന്ന് SIT ഹൈക്കോടതിയിൽ അറിയിച്ചു. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ അനുവാദം വാങ്ങിയില്ല. തന്ത്രിയുടെ അഭിപ്രായവും എ പത്മകുമാർ തേടിയിട്ടില്ലെന്നും SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് SIT റിപ്പോർട്ടിലുള്ളത്. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിട്ട നടപടിക്രമങ്ങളിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തി 2019 സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ട ശേഷം മേൽനോട്ടം വഹിക്കുന്നതിൽ KS ബൈജു വീഴ്ച വരുത്തി. ദേവസ്വം സ്വർണ്ണപ്പണിക്കാരന്റെ സാന്നിധ്യത്തിൽ D സുധീഷ് കുമാർ മഹസറിൽ ചെമ്പുതകിടുകൾ എന്ന് രേഖപ്പെടുത്തിയെന്നും SIT റിപ്പോർട്ടിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അരങ്ങേറിയത് വിശാല ഗൂഢാലോചനയാണെന്ന് SIT ഹൈക്കോടതി അറിയിച്ചിരുന്നു. സ്വർണ്ണക്കവർച്ച സംഘടിത കുറ്റകൃത്യമാണ്. ദ്വാരപാലക ശില്പപാളികൾക്കൊപ്പം മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ വലിയ പദ്ധതി തയ്യാറാക്കി. വലിയ കവർച്ചയായിരുന്നു ലക്ഷ്യമെന്നും SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ നാഗഗോവർദ്ധനും സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT നൽകിയ വിശദീകരണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2025 ഒക്ടോബറിൽ 3 പ്രതികളും ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. സ്വർണ്ണ കവർച്ചയിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായിരിക്കെയായിരുന്നു ഈ കൂടിക്കാഴ്ച. അന്വേഷണത്തിലൂടെ ഇക്കാര്യം വ്യക്തമായെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.